തുമ്പപ്പൂ പോലെ നിർമ്മലമായ മനസ്സിൽ ഒരു പിടി മോഹങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. തല ചായ്ക്കാൻ ഒരിടം, അതിലപ്പുറം ഒരു സ്വപ്നം കാണാൻ അവൾക്ക് എന്ത് അർഹതയാണ്? ഗുരുവായൂരിലെ മാലാത്ത് വീട്ടിൽ വേലയ്ക്കെത്തുന്ന അവളുടെ മനസ്സിൽ ഒരു വലിയ മോഹം മൊട്ടിട്ടു. ഗുരുവായൂരപ്പന്റെ നടയിൽ ഒരു വേള പോകണം, കൃഷ്ണനെ കൺകുളിർക്കൊണ്ട് തൊഴണം. ആ മുഖാരബിന്ദം അതവളുടെ വലിയൊരു സ്വപ്നമായിരുന്നു. അതെ, അതവളുടെ ആത്മാവിൻ്റെ ദാഹമായിരുന്നു. അതിനായി ആ മനസ്സെന്നും വെമ്പൽ കൊണ്ടു. പക്ഷേ ആ മോഹം പാവപ്പെട്ട പണിക്കാരി പെണ്ണിന്റെ ഒരു വ്യാമോഹം മാത്രമായി അവശേഷിക്കുന്നു. ഉണ്ണികൃഷ്ണനോട് തന്റെ പരിഭവങ്ങൾ പറയുക അവളുടെ ഒരു പതിവായിരുന്നു. പിണക്കവും ഇണക്കവും എല്ലാം ഒരു തിരുസന്നിധിയിൽ, കൃഷ്ണസന്നിധിയിൽ അവൾക്കെന്നും ആത്മസംസൃതി. കൃഷ്ണഭക്തനായ ബാലാമണിയുടെ സ്വപ്നം പൂവണിയുമോ? കണ്ണൻ അവളെ തേടിയെത്തുമോ? എന്റെ കൃഷ്ണ, ഇന്നേ തുലാമാസത്തിലെ വൈകുണ്ഠ ഏകാദശി. ഈ ഗുരുവായൂർ നാട്ടിലുള്ള പെണ്ണുങ്ങൾ മുഴുവൻ അവിടെ നമ്മുടെ മുമ്പിൽ കാത്തു നിൽക്കണ്ടാവും കണി കാണാൻ. ഈ ബാലാമണി മാത്രം ഇവിടെ ഉണ്ട്. നമ്മൾ ഒരു അത്ഭുതങ്ങളെ കാണിക്കണ ആളല്ലേ. എന്നെ ഒന്ന് അങ്ങോട്ട് വിളിപ്പിച്ചൂടെ ആ അമ്പലനടയിലേക്ക്? എന്തേ? എന്ത് പറഞ്ഞാലും നിങ്ങൾ കള്ള ചിരി നോട്ടോ. വെറുതെ എല്ലാ ആളുകൾ കള്ളകൃഷ്ണൻ വിളിക്കാൻ. കള്ളം തന്നെയാ, വെണ്ണക്കള്ളം, ചേലക്കള്ളം. ബാലമണി, എന്താ ഇങ്ങനെ തുറച്ചു നോക്കണേ? മനസ്സിലായില്ലേ? ആരാ? ഒരയൽവാസിയാണ്. ഓ, ഉണ്ണികൃഷ്ണൻ. ജാനുവച്ചി പറഞ്ഞു വന്നൂന്ന്. പകൽക്കിനാവുകയാണ്. ഒരാശ്വാസത്തിന് ഇവിടെ വന്നിരുന്നോന്നേ ഉള്ളൂ. കിട്ടിയോ ആശ്വാസം? കിട്ടും. ഹസ്തരേഖ ശാസ്ത്രം പഠിച്ചിട്ടുള്ള ആളാ ഞാൻ. ആ കൈ ഇങ്ങ് തന്നാൽ നോക്കി ഫലം പറയാം. ഓ, എനിക്കറിയാം. വെറുതെ പെൺകുട്ടികളുടെ കയ്യിൽ പിടിക്കാൻ ആൺകുട്ടികൾ പലരും ഇത് പറയും. വേണ്ട, കൈ തൊടുന്നില്ല. മുഖം നോക്കി ലക്ഷണം പറഞ്ഞാലോ? പറയൂ. 6-ാം വയസ്സ് വരെ സംസാരിക്കാതിരുന്ന കുട്ടിയായിരുന്നു ബാലാമണി. ഒരുപാട് പ്രാർത്ഥനയും വഴിപാടർത്തി. ഫലമുണ്ടായില്ലേ? ഒരു ദിവസം ഒരു ദിവ്യൻ വീട്ടിൽ വന്ന് കുറച്ച് ഭസ്മം തന്നു. അതിനുശേഷം നല്ല മണിയായി സംസാരിച്ചു തുടങ്ങി. പുഴുക്കഥയാണോന്ന് അറിയില്ല, അങ്ങനെ ഒരു ചരിത്രമുണ്ട് അല്ലേ? എന്റെ കൃഷ്ണ, ഇതെങ്ങനെ അറിഞ്ഞു? ആരോ പറഞ്ഞു തന്ന. ആര്? ആർക്കൊക്കെ അറിയാതെ? എന്ത് ബുദ്ധിയാണല്ലേ? പിന്നെങ്ങനെ? ഇതൊക്കെ ശാസ്ത്ര കുട്ടി. ഭഗവാനെ, ഇതെന്ത് മായ? ഇതെന്താ മാജിക്കോ? ഈശ്വര. വിശ്വാസമില്ലാത്ത മനസ്സുകളെ കീഴ്പ്പെടുത്താൻ അങ്ങനെ ചില ജാലവിദ്യകൾ. ആ, ഞാൻ പോട്ടെ, എന്നെ അവിടെ തിരക്കും. ദൈവമേ, എനിക്ക് തോന്നിയതാണോ നീ? ഇതെന്ത് കണ്ടിട്ടത്?
ദേവി നീയമായ ശില്പം നീലാലോലം തമ്മയ്ക്ക് ചോരാമേഘം കാറ്റിൽ പടർന്നു ദേവി നീയമായ ശില്പം നീലാലോലം തമ്മയ്ക്ക് ചോരാമേഘം കാറ്റിൽ പടർന്നു Mama,